രണ്ടാം ക്ലാസ്സിനപ്പുറം പഠിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കോഴിക്കോട് മാവൂർ സ്വദേശി ഇ ബാലകൃഷ്ണനെ കാത്തിരുന്നത് പുസ്തകങ്ങളുടെ വലിയ ലോകം. ഓട്ടോറിക്ഷ ഡ്രൈവറായ ബാലകൃഷ്ണൻ 77-ാം വയസ്സിലും വായനയോട് വലിയ ആവേശമുള്ളയാളാണ്. വായിച്ച് വലിയവരാണ്. നന്നേ ചെറുപ്പത്തിൽ ജീവിത പ്രാരാബ്ധം കാരണം സ്കൂളിൽ പോക്ക് നിർത്തേണ്ടി വന്നു. നീണ്ട ഇടവേളയ്ക്കു ശേഷം ഇച്ഛാശക്തി കൊണ്ടാണ് അക്ഷരങ്ങൾ പഠിച്ചെടുത്തത്. പതിയെ പത്രങ്ങൾ വായിച്ചു തുടങ്ങി. പിന്നെ വായന ഹരമായി ബാലകൃഷ്ണന്. നോവലും ശാസ്ത്രവും ജീവിതാനുഭവങ്ങളും പ്രേതകഥകളുമൊക്കെ ഇഷ്ടമാണ് ഈ പുസ്തകപ്രേമിക്ക്. വായിച്ച് വലിയവരാവുക. ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും മൺമറഞ്ഞു പോയും മഹാന്മാരും എല്ലാവരും വായനയിൽ കൂടിയാണ് മുന്നോട്ട് വന്നത്. വായിക്കണം, അതാണ് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. വിവിധ ലൈബ്രറികളിൽ അംഗത്വമുള്ള ബാലകൃഷ്ണൻ ആരോഗ്യപ്രശ്നം കാരണം ഇപ്പോൾ മാവൂർ ലൈബ്രറിയിലാണ് അധിക സമയവും ചെലവഴിക്കുന്നത്. ആഴ്ചയിൽ എല്ലാവരും ഒരു പുസ്തകം എടുക്കുമ്പോൾ ബാലകൃഷ്ണൻ 6 പുസ്തകങ്ങൾ എടുക്കും. ഇപ്പോൾ ആൾക്കാർക്ക് വായനയോട് വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് തോന്നുന്നത്. കാരണം ഞാൻ ലൈബ്രറി പോകുന്ന സമയത്ത് ആദ്യമൊക്കെ വളരെ ആൾക്കാർ വന്നിട്ട് പുസ്തകം എടുക്കുകയും എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ വളരെ ചുരുങ്ങിയ ആൾക്കാരാ വരുന്നുള്ളൂ. പ്രായം കൂടിയപ്പോൾ കാഴ്ചയ്ക്കുണ്ടായ പ്രശ്നം ബാലകൃഷ്ണനെ വലയ്ക്കുന്നുണ്ട്. എങ്കിലും കഴിയാവുന്നത്രയും പുസ്തകങ്ങൾ വായിക്കണമെന്നാണ് ഈ വായനാ ദിനത്തിലും ബാലകൃഷ്ണന്റെ ആഗ്രഹം. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.